+2 ഒക്കെ കഴിഞ്ഞ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നതിനെക്കുറിച്ചും റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിക്കുന്നത് നമ്മളുടെ 17-18 വയസ്സിലൊക്കെയാണ്. ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കര ഫ്രണ്ട്ഷിപ്പും പ്രേമവും സെലിബ്രേഷനും ഒക്കെയായി നമ്മൾ ചെലവഴിക്കേണ്ട രസമുള്ള കാലത്താണ് ഭാവിയെക്കുറിച്ചുള്ള വലിയ ടെൻഷനും ആങ്സൈറ്റികളും ഒക്കെയായി നാം നമ്മളുടെ ക്ലാസ് മുറിയിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നു പറയാറുള്ള പരാതികളിലും സങ്കടങ്ങളിലും എപ്പോഴും ഈ സങ്കടങ്ങളും ബ്രേക്കപ്പ് പ്രോബ്ലങ്ങളും മിസ്സിങ്ങുകളും ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. അതിനൊക്കെ മറുപടി പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ലല്ലോ. എന്നോട് ഇതുവരെയും ഇത് വന്ന് പറയാൻ കഴിയാത്ത, എനിക്ക് തിരിച്ച് അങ്ങോട്ടും മിണ്ടാൻ കഴിയാത്ത ഒരുപാടേറെ കുഞ്ഞുങ്ങൾ ഇതേ പ്രശ്നങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നുണ്ടാവുക എന്ന്. അതുകൊണ്ടാണ് ഇന്ന് വന്ന് ഇത് പറയണം എന്നെനിക്ക് തോന്നിയത്. ബ്രേക്കപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സ്മൃതി മന്ദാനയാണ്. രണ്ടു മാസം മുമ്പ് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന പ്രണയവും ബ്രേക്കപ്പുമായിരുന്നു സ്മൃതിയുടേത്. ഇന്ത്യൻ വനിതാ ടീം T20 ലോകകപ്പിൻ്റെ കിരീടമുയർത്തുന്നു. സ്മൃതിയും ജമീമയും ഒക്കെ നമ്മളെല്ലാവരുടെയും ആരാധനാമൂർത്തികളാവുന്നു. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അവരെ ചുറ്റിപ്പറ്റി ഒഴുകുന്നു. അത്രമേൽ വിസിബിലിറ്റിയുള്ള ഇന്ത്യൻ വനിതാ ടീം അംഗങ്ങളിൽ ഓരോരുത്തരുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിറയെ 6 വർഷത്തോളം നീണ്ട സ്മൃതിയുടെ പ്രേമം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ പീക്കിൽ നിൽക്കെ വിവാഹത്തിന് തൊട്ട് തലേന്ന് പെട്ടെന്ന് സ്മൃതിയുടെ പ്രണയം അവസാനിക്കുന്നു, ബ്രേക്കപ്പ് ആവുന്നു. ഒറ്റ ദിവസം കൊണ്ട് നാം ഈ സെലിബ്രേറ്റ് ചെയ്ത വീഡിയോകളെല്ലാം അപ്രത്യക്ഷമാവുന്നു. സ്മൃതി മന്ദാന തന്നെയും അപ്രത്യക്ഷയാവുന്നു. അതോടുകൂടെ സ്മൃതി മന്ദാന അവസാനിച്ചു എന്ന് കരുതിയവരാണ് നമ്മളിലേറെയും. അവരുടെ സ്വകാര്യതയ്ക്കും അവരുടെ സങ്കടങ്ങൾക്കും ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ അവരെ കുത്തിയവരാണ് നമ്മളിലേറെയും. ഇതിനോടെല്ലാം ഒരു ദിവസം സ്മൃതി മറുപടി പറഞ്ഞു. I don't think I love anything in life more than cricket. 2 മാസങ്ങൾക്കിപ്പുറം വിമൻസ് പ്രീമിയർ ലീഗ് വന്നു. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ക്യാപ്റ്റൻ കുപ്പായത്തിൽ സ്മൃതി മന്ദാന വീണ്ടും ഗ്രൗണ്ടിലിറങ്ങി. പിന്നെ ഞാൻ സ്മൃതിയെ കാണുന്നത് അന്നാണ്. 9 മത്സരങ്ങൾ, 377 റണ്ണുകൾ, ഓറഞ്ച് ക്യാപ്പ്. വിമൻസ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു ക്യാപ്റ്റനും ഇന്നോളം പുറത്തെടുത്തിട്ടില്ലാത്ത അമ്പരപ്പിക്കുന്ന പ്രകടനം. ഒടുവിൽ ഫൈനലിൽ ഏറ്റവും കുറഞ്ഞ ബോളിൽ അർദ്ധ സെഞ്ചുറി തികച്ച് റെക്കോർഡിട്ട് 3 സിക്സറുകളും 12 ബൗണ്ടറികളും ഉയർത്തി 41 ബോളിൽ 87 റൺ 212 സ്ട്രൈക്ക് റേറ്റിൽ കുറിച്ചുവെച്ച് കിരീടമുയർത്താൻ വേണ്ടി സ്മൃതി മന്ദാന വന്ന ഒരു വരവുണ്ട്. ബ്രേക്കപ്പ് പ്രോബ്ലം നിങ്ങളെ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആ വരവാണ്, ആ കിരീടമുയർത്തലാണ്. പിരിഞ്ഞു പോകുന്നതിൻ്റെയും അകന്നു പോകുന്നതിൻ്റെയും ഒക്കെ സങ്കടങ്ങളിലാവും നിങ്ങളിൽ പലരും എന്ന് എനിക്കറിയാം. ഫ്രണ്ട്ഷിപ്പിനെയും പ്രേമത്തെയും ബ്രേക്കപ്പിനെയും ഒക്കെ വാല്യൂ ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ആ സങ്കടങ്ങളിലൊന്നും നിങ്ങൾ അവസാനിച്ചു പോകരുത്. സങ്കടങ്ങൾ നിങ്ങളെ സ്മൃതി മന്ദാനയാക്കി മാറ്റണം. നിങ്ങൾ ഉപേക്ഷിച്ചവരോടും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നവരോടും നിങ്ങൾ മറുപടി പറയേണ്ടത് അങ്ങനെയാണ്. പാഷനാണ് എനിക്ക് ഏറ്റവും പ്രധാനം, അതിനോടാണ് എനിക്ക് ഏറ്റവും പ്രേമം, ബാക്കിയെല്ലാം അതിന് ശേഷമേ ഉള്ളൂ എന്ന് ഉള്ളിൽ തൊട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം. മാസങ്ങൾക്കപ്പുറം തലയിൽ ഓറഞ്ച് ക്യാപ്പുമായി ഉയർത്തിപ്പിടിച്ച കിരീടവുമായി നിങ്ങൾ നിൽക്കുന്ന കാഴ്ച കണ്ണ് നിറഞ്ഞ് ഞങ്ങൾക്ക് കാണാൻ കഴിയണം. അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ആൾ ദി ബെസ്റ്റ്.